ഒരു സ്റ്റോക്ക് നമുക്ക് ഏറ്റവും താഴത്ത് വെച്ച് മേടിക്കാനും പറ്റില്ല, ഏറ്റവും മുകളിൽ പോയി സെല് ചെയ്യാനും പറ്റില്ല. ഏറ്റവും കൊമ്പത്ത് പോയിട്ട് ഞാൻ വിൽക്കൂ എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റുക, ഏറ്റവും താഴത്ത് പോയിട്ട് മേടിക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റുക. ഇനി എത്ര കാലം മാസ്ക് വെച്ചുകൊണ്ട് നടക്കണം, പുറത്തു പോകാൻ പറ്റുമോ അറിയത്തില്ല, ഭയങ്കര അൺസർട്ടൺ അല്ലായിരുന്നോ? ബുദ്ധിയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്തതെന്ന് അറിയാം. എങ്ങനെയാണ് ആ കറക്റ്റ് ടൈമിങ്ങിൽ കറക്റ്റ് സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ പറ്റുക? ആ സമയത്താണ് ജുവലറി സ്റ്റോക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കയറുന്നത്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പ്. ആ സമയത്ത് ബിസിനസ് നടക്കുന്നു. ഇപ്പം എല്ലാവരും ചിന്തയെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു സ്റ്റോക്ക് 100 രൂപയ്ക്ക് മേടിച്ചു, അപ്പോൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ 80 രൂപയ്ക്ക് കിട്ടിയേനായിരുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ലാർജ് ക്യാപ്പ് ഒരു ഫോളിന് ശേഷം കയറുന്നത് നമ്മൾ കാണുക, കാരണം അതാണല്ലോ ഏറ്റവും സ്റ്റേബിൾ. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഈ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? കാരണം നമുക്ക് പുറകെ റാലി വന്നറിയാമല്ലോ. പക്ഷേ എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ടൈമിംഗ് ആണ് ഇമ്പോർട്ടൻസ്. ഇപ്പം നമ്മൾ ഒരു ലാർജ് ക്യാപ്പിലുള്ള ഒരു സ്റ്റോക്കിൽ നമുക്കൊരു 10-20% പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ മിഡിൽ സ്മോളിൽ നിന്ന് നമ്മുടെ ഫണ്ട് അവിടെ ബ്ലോക്കായി, ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി. ഇപ്പം നിങ്ങൾ ഏത് ഷെയർ വേണമെങ്കിലും എടുത്തോ, ഏത് ഷെയർ എടുക്കുമ്പോഴും അവരെ ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത് ആ സെക്ടറിലെ മാർക്കറ്റ് ലീഡറാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ FMCG കമ്പനീസ് നോക്കുക, അതിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ടോപ്പ് പെർഫോം ചെയ്തിട്ട് അതിന് താഴത്ത് വരുന്ന എല്ലാ കമ്പനീസും പെർഫോം ചെയ്യുള്ളൂ. പിന്നെ ITC കാര്യങ്ങളെല്ലാം വരിക. ഇപ്പോൾ റിലയൻസ് ആണെങ്കിൽ റിലയൻസ് കഴിച്ച് അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പനീസ് വരുള്ളൂ. ബാങ്കിങ് ആണെങ്കിൽ HDFC. അപ്പോൾ എന്ന് വെച്ചാൽ അവർ മാർക്കറ്റ് ലീഡേഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തെ ആൾക്കാർക്ക് അതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒരു കോമൺ ലോജിക്ക് എന്തെന്ന് വെച്ചാൽ ഇതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പോൾ ലാർജ് ക്യാപ്പിൽ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് കിട്ടി, എന്നിട്ട് മിഡിലോ സ്മോളിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നമ്മുടെ കൂടുന്നു. ഈ ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനി, മ്യൂച്വൽ ഫണ്ട്സൊക്കെ ശരിക്കും അതാണ് ചെയ്യുന്നത്. മനസ്സിലായി. അങ്ങനെ ഓക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ എന്താ വെച്ചാൽ കൂടുതൽ കാലം നമ്മൾ ഹോൾഡ് ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഒരു ടൈമിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്നു പ്രോഫിറ്റ് കിട്ടുന്നു, പുൾ ഓഫ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് ബേസിക്കലി. അത് മാത്രമല്ല, ഓരോ സമയത്തും ഓരോ ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ കോവിഡ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി വന്നു. ഇപ്പോൾ കോവിഡ് വന്നാൽ നെക്സ്റ്റ് എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ കോവിഡ് വന്നു, ഇപ്പോൾ എലിസബത്തിൻ്റെ ആസ്പെക്റ്റിൽ എന്തായിരിക്കും നെക്സ്റ്റ് സംഭവിക്കാൻ പോവുക അറിയത്തില്ല. കോവിഡ് വന്ന സമയത്ത് ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിക്കും, നമ്മളെല്ലാവരും അന്നത്തെ സമയം എന്തോരം കൺഫ്യൂസ്ഡ് ആയിരുന്നു നമ്മൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20 years അങ്ങനത്തെ ഒരു ഏജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പറയും, ഇനി എത്ര കാലം മാസ്ക് വെച്ചുകൊണ്ട് നടക്കണം, പുറത്തു പോകാൻ പറ്റുമോ അറിയത്തില്ല, ഭയങ്കര അൺസർട്ടൺ അല്ലായിരുന്നു എല്ലാ ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡിങ്. അപ്പം ഞാനിങ്ങനെ എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കാണുമ്പോൾ എല്ലാവരും അൺസർട്ടൺ ആയിരുന്നു, എന്താ ഇനി നടക്കാൻ പോകുന്നത്, ഇനി തുറക്കുമല്ല. പിന്നെ കുറച്ചൊരു ടൈം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മാർക്കറ്റും അങ്ങ് ബുൾ റൺ അങ്ങനെയൊക്കെ തുടങ്ങി. അതിൽ ആ ടൈമിങ്ങിൽ ബുദ്ധിയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്തതെന്ന് അറിയാം. ബുദ്ധിയുള്ള ഇൻവെസ്റ്റേഴ്സ് ചെയ്തതെന്ന് വെച്ചാൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി വന്നു, നെക്സ്റ്റ് എന്താണ് സൊല്യൂഷൻ? നമ്മൾ പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായാലും ഇതിനൊരു മരുന്ന് വരണം, വാക്സിൻ. അപ്പോൾ വാക്സിൻ എന്തായാലും ഫാർമ കമ്പനീസിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത് ഫാർമ കമ്പനീസ്. അത് കഴിഞ്ഞിട്ടാണ് കെമിക്കൽ സെക്ടർ, എന്താ പറയുക, നമ്മുടെ കെമിക്കൽ കമ്പനീസ്, ഈ സാനിറ്ററി പോലുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ 2 കമ്പനിയുടെ എന്താ പറയുക, അവർക്ക് രണ്ടുപേർക്കും നോർമൽ നടക്കുന്ന ബിസിനസ്സിനെക്കാട്ടും കൂടുതൽ ബിസിനസ് നടക്കും. ഇപ്പം എന്താ പറയുക, അത്രയും കാലം ഇപ്പം നമ്മുടെ രോഗികളുണ്ടെങ്കിലും കുറച്ച് ആൾക്കാരല്ലേ ഹോസ്പിറ്റലിലൊക്കെ പോവുള്ളൂ. കോവിഡ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി വന്നപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ബിസിനസ് കൂടി, ഫാർമ കമ്പനിയുടെ ബിസിനസ് കൂടി. ഞാൻ പറയട്ടെ, ഇത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആംഗിളിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു പ്രശ്നം വന്നപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിന് ആ സമയത്ത് നമ്മൾ കൊണ്ടുപോയി നേരെ ബാങ്കിങ് സ്റ്റോക്കിൽ കൊണ്ടുപോയി നമ്മുടെ ക്യാഷ് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടില്ല. കാരണം ഓൾറെഡി മൊറട്ടോറിയം പ്രഖ്യാപിച്ചു, 3 മാസത്തേക്ക് ബാങ്കിന് വേറെ റവന്യൂ ഒന്നും വരില്ല. അപ്പം ആ ടൈമിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ എക്സാക്റ്റായിട്ട് ആ ടൈമിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതുപോലെ ഫാർമ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 6 മാസത്തോളം നമുക്ക് നല്ല രീതിയിൽ വാക്സിൻ എപ്പോഴേക്കും വന്നു, അപ്പോഴേക്കും നല്ല രീതിയിൽ ഫാർമ കമ്പനീസ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. എൻ്റെ ഒരു ഓർമ്മയിൽ അന്ന് ടാറ്റ കെമിക്കൽസൊക്കെ 200 രൂപ ഉണ്ടെന്ന് ടാറ്റ കെമിക്കൽസ് 1000 വരെ പോയി. അപ്പോൾ വെച്ചാൽ അവരുടെ ടൈമിംഗ് ആയിരുന്നത്. അത് കഴിഞ്ഞ് എന്താ പറയുക, ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് പറഞ്ഞത് വർക്ക് ഫ്രം ഹോം ആയിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തോളാൻ പറഞ്ഞു.
ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ ആ സമയത്ത് IT കമ്പനീസ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. IT കമ്പനീസിൻ്റെ എക്സ്പെൻസ് തന്നെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് എല്ലാം ടൈമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ശരിക്കും അതാത് ടൈമിൽ ഇന്ന സെക്ടേഴ്സാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതൊന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ടൈമിങ്ങിനനുസരിച്ച്. ഇപ്പോൾ കൊറോണ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഓക്കെയാണ്, ഫാമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അല്ലാത്ത ടൈമിങ്ങിൽ എങ്ങനെയാണ് ആ കറക്റ്റ് ടൈമിങ്ങിൽ കറക്റ്റ് സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇപ്പോഴത്തെ സമയം ഏത് സമയമാണ്? നല്ല മഴ സമയമാണ്. മഴ സമയമായിരുന്നു. ഈ സമയത്ത് നമ്മൾ ആരെങ്കിലും ഒരാൾ പോയിട്ടൊരു AC മേടിക്കുമോ? ഇല്ല. AC-യുടെ മെയിൻ മാനുഫാക്ചറിങ് കമ്പനീസ് എന്നുള്ളത് വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ, അങ്ങനത്തെ മെയിൻ കമ്പനീസാണ്. ഈ സമയത്ത് പോയി നമ്മൾ മേടിക്കില്ല. പകരം എന്താ, ഏപ്രിൽ മെയ് സമയത്ത് മേടിക്കും, സമ്മർ. അപ്പം അത് ഈ സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ളതായിരിക്കും അഗ്രികൾച്ചർ സെക്ടർ. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ കമ്പനീസിന് ഭയങ്കര ബെനിഫിറ്റാണ്. ഇപ്പം ഇനിയൊരു 2 മാസം കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ സീസൺ തുടങ്ങും, ദീപാവലി. അത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം അല്ലെങ്കിലും നോർത്തിൽ ഭയങ്കര ആഘോഷമാണ്. വെഡ്ഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആ സമയത്താണ്. ആ സമയത്താണ് ജുവലറി സ്റ്റോക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കയറുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പ്. ആ സമയത്ത് ബിസിനസ് നടക്കുന്നു. ഓരോ ബിസിനസ്സിനും അതിൻ്റെ പർട്ടിക്കുലർ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഈ ടൈമിംഗ് ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഡേറ്റ ഉണ്ട്, ആ ഡേറ്റ വെച്ചാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എത്ര കാലമായിരിക്കണം ഞാൻ ഹോൾഡ് ചെയ്യേണ്ടത്? ഞാൻ ഒരു ടാർഗറ്റ് കാണേണ്ടത് എത്ര നാളത്തേക്കായിരിക്കണം? ഫസ്റ്റ് തന്നെ നമ്മൾ ടാർഗറ്റിനെക്കാട്ടും കൂടുതൽ അവരുടെ ബിസിനസ് എന്താണെന്ന് നോക്കാം. ആ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതവർ ചൂസ് ചെയ്യണം. ഇപ്പം എനിക്ക് ബ്ലൂ സ്റ്റാറിൻ്റെ AC ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ അതെല്ലാവരും മേടിക്കണം. എൻ്റെ പേഴ്സണൽ ഇഷ്ടം കൊണ്ട് മാത്രം ആ സ്റ്റോക്ക് ഒരിക്കലും മൂവ് ചെയ്യില്ല. എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും എന്താ പറയുക പുതുമയുള്ള എന്തെങ്കിലും ഒരു സാധനം അതിൽ വേണം. ഇപ്പം എന്താ പറയുക, ഇൻവെർട്ടർ AC എന്ന് പറയില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും പുതുമ വരുമ്പോഴാണ് കുറച്ചും കൂടി അട്രാക്റ്റീവായി ചിലപ്പോൾ ബ്ലൂ സ്റ്റാറിൽ നിന്ന് വോൾട്ടാസിലേക്ക് മാറാം. എൻ്റെ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴായിരിക്കും ആ എക്സിറ്റ് പോയിന്റ്? അതാണ് എനിക്ക് ഒരു ജസ്റ്റ് നമുക്കൊരു അറിയുന്ന രീതിയിൽ ഞാൻ ചോദിക്കാറ്. ഓപ്പണായിട്ട് തന്നെ പറയാം, ഒരു സ്റ്റോക്ക് നമുക്ക് ഏറ്റവും താഴത്ത് വെച്ച് മേടിക്കാനും പറ്റില്ല, ഏറ്റവും മുകളിൽ പോയിട്ട് സെല് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പൊ സെല് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു യുക്തിക്കനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല, നമുക്ക് ഒരു എന്താ പറയുക, നമ്മളൊരു റീസണബിൾ പ്രോഫിറ്റ്. ഏറ്റവും കൊമ്പത്ത് പോയിട്ട് ഞാൻ വിൽക്കൂ എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റുക, ഏറ്റവും താഴത്ത് പോയിട്ട് മേടിക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു റീസണബിൾ വാല്യൂവിന് വാങ്ങുകയും ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രൈസ് എത്തുന്ന സമയത്ത് വിൽക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. ഇപ്പൊ എല്ലാവരും ചിന്തയെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു സ്റ്റോക്ക് 100 രൂപയ്ക്ക് മേടിച്ചു, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിരിക്കാൻ 80 രൂപയ്ക്ക് കിട്ടിയേനായിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഒരിക്കലും അങ്ങനെയുള്ളവർ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടില്ല. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസിൽ മാത്രമല്ല, ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള സൈറ്റ്സിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് കുറച്ച് നാളിനകം തന്നെ വില കുറയുന്നതാണ്. അപ്പോഴും നമുക്ക് ഇത് കുറഞ്ഞല്ലോ. ഇത് എനിക്കൊന്ന് മൊത്തത്തിലൊരു സൈക്കോളജി ആണെന്ന് തോന്നുന്നു. സൈക്കോളജി വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ചുണ്ട്. കാരണം വെച്ചാൽ ഇത് നമ്മൾ ഡെയിലി കാണുകയാണ് പൈസ കുറയുന്നത്. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ സീസണിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ പോലത്തെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ സമയത്ത് മാത്രമേ നമ്മൾ ആ പ്രൈസിൻ്റെ കുറവ് കാണുന്നുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഡെയിലി നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 100 രൂപയ്ക്ക് മേടിച്ച് അന്ന് തന്നെ ഒരു 98 ആയി, പിറ്റേ ദിവസം ആയപ്പോഴേക്കും 95 ആയി. ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടും. ഒരു 5 രൂപ വെച്ച് പറയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ അയ്യോ. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ചിന്തിക്കുക എന്താണ്, നമുക്കത് 95 മേടിച്ചാൽ മതിയായിരുന്നു, തിരിച്ച് 85 ആകുമ്പോഴേക്കും എന്നാൽ 85 മേടിച്ചാൽ മതിയായിരുന്നു. ആ ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ ഇത് ഇപ്പോൾ തിരിച്ച് ഇപ്പോൾ ഞാൻ പറയട്ടെ, 85 ആയി, ഇനി അടുത്തത് 100 കട്ട് ചെയ്തെന്ന് വിചാരിക്കാം, 100 105 ആയി, അപ്പോൾ തന്നെ നമ്മൾ വിറ്റ് പോകും. വെച്ചാൽ നമുക്ക് പിന്നെ ക്ഷമയില്ല. അതാണ് കിട്ടിയത് മതി. പക്ഷേ അവിടെ നിന്നായിരിക്കും അത് 200-ലേക്ക് പോവുക, 150-ലേക്ക് 200-ലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പം വെച്ചാൽ നമ്മുടെ ക്ഷമയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്ഷമ വേണം, റീസണബിൾ ആയിരിക്കണം, ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു വിഷനും മിഷനും വേണം. മിഷൻ മാത്രം പോരാ, ഒരു മിഷൻ ഉണ്ടാവണം. പിന്നെ വെച്ചാൽ നമ്മളൊരു നല്ലൊരു കമ്പനീനെ സെലക്ട് ചെയ്യുമ്പം, ഇപ്പം എൻ്റെ ഒരു സ്വന്തം കമ്പനിയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്
എന്നാൽ ഞാൻ എൻ്റെ ഷെയർ ഞാൻ കൂടുതൽ ഹോൾഡ് ചെയ്യും. അങ്ങനെയല്ലേ? ഈ കമ്പനി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രൊമോട്ടർ എന്ന് പറഞ്ഞൊരു ഹോൾഡിംഗ് നമ്മൾ എന്തായാലും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉള്ള കമ്പനീസ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കില്ലേ? പ്രൊമോട്ടർ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കമ്പനി മേലെ ഉണ്ടെങ്കിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവില്ല. അപ്പോൾ എലിസബത്ത് സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എലിസബത്ത് നല്ല കോൺഫിഡൻ്റ് ആണ് എൻ്റെ കമ്പനി നല്ല റേഞ്ചിലേക്ക് പോകുന്നത്. എലിസബത്ത് അതിൻ്റെ ഷെയർ എനിക്ക് തരുമോ? ഇല്ല, 100% വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും ലിസ്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ അത് എലിസബത്ത് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ്. ആ കമ്പനി ഇതിൻ്റെ ഷെയർ എനിക്ക് തരാൻ ഒട്ടും താല്പര്യമില്ല. അതെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്തുകൂടാ? സിമ്പിൾ ക്വസ്റ്റ്യൻ. മിനിമം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എന്നെ വിളിക്കുന്ന എല്ലാവരും പറയും ഐഡിയ വോഡഫോൺ മേടിക്കട്ടെ എന്ന് ചോദിക്കും. അതിൻ്റെ പ്രൊമോട്ടറിനെ ഹോൾഡ് ചെയ്യുന്നില്ല, വില കുറവാണ്. അത് ഇനി എങ്ങാനും കയറിയാലോ. എല്ലാവരും ഒരു ചിന്ത എന്ന് വെച്ചാൽ നമുക്കൊരു 10 രൂപയ്ക്ക് മേടിച്ചിട്ട് അതൊരു 500 രൂപയ്ക്ക് വിൽക്കണം. അതിന് പകരം നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചിട്ട് 1000 രൂപയ്ക്ക് വിറ്റോട്ടെ. അല്ലെങ്കിൽ അത് റീസണബിളാണ്. അത് എന്ന് വെച്ചാൽ അപ്പം 100 വരെ എത്തുന്നതിന് വെച്ചാൽ ആ പീരീഡ് അവർ നന്നായിട്ട് ബിസിനസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. മറ്റേതെന്ന് വെച്ചാൽ മറ്റേ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറയുന്ന സ്റ്റൈലാണ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പോവാം. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് കടബാധ്യത നോക്കാം. 1 കോടി രൂപയാണ് ഒരു മാസം ഒരു ടേൺ ഓവർ എന്ന് വിചാരിക്കാം. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു 10 കോടി രൂപയുടെ കടമുണ്ട്. ആ കടം ഉണ്ടെങ്കിൽ അവർക്ക് ഈ ടേൺ ഓവർ വെച്ചിട്ട് ഏകദേശം ഒരു 30 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട് വിചാരിക്കുക. ഓൾറെഡി 10 കോടി രൂപ അവർക്ക് കടമുണ്ട്. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോർഷൻ തന്നെ വലിയൊരു എമൗണ്ട് വരും. അപ്പം അത് പ്രോഫിറ്റിൽ നിന്ന് കുറയും. അപ്പം അവരുടെ ബിസിനസ് എന്താ പറയുക, ബിസിനസ് മാത്രം റൺ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് ആക്ച്വലായിട്ട് അതിൽ നിന്നൊന്നും കിട്ടുന്നുണ്ടാവില്ല. കാരണം വെച്ചാൽ അത് കടം കൊടുത്ത് പോകും. ആ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കുറേ പേര്, എസ്പെഷ്യലി ഒരു ഏജ് എത്തിയവരൊക്കെ പറയുന്നുണ്ടാവും സ്കാമാണ്, അല്ലെങ്കിൽ കുറേ പേർക്ക് ചിലപ്പോൾ കൈ പൊള്ളിയിട്ടുള്ളവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ഏരിയയിലോട്ട് പോവേ വേണ്ട, സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയാ ഇങ്ങനെയാ മറ്റേതാ മറിച്ച് അങ്ങനെ കുറേ പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും അറിയാം സെബി നമുക്ക് ഇവിടെ ഉണ്ട്, നമുക്കെല്ലാം ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സെബി ഉണ്ട്. ശരിക്കും സെബി നമ്മൾ ആസ് റീറ്റെയിലേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെബി? സെബി നമ്മളെ റീറ്റെയിലേഴ്സിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയും. സ്റ്റോക്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റോക്ക് 100 രൂപയ്ക്ക് മേടിച്ചു, അടുത്തൊരാൾ 105 രൂപയ്ക്ക് മേടിക്കാനുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 105ലേക്ക് പോകും. അതിനടുത്ത് വിൽക്കാനായിട്ട് 102 ഒരാളുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി 102ലേക്ക് താഴത്തേക്കും വരാം. അപ്പോൾ അതൊരു നോർമൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ. പകരം ഞാൻ തന്നെ അത് ഒരു സ്റ്റോക്ക് 100 മേടിച്ചു, 110 മേടിച്ചു, 120 മേടിച്ചു. അപ്പൊ ഈ പ്രൈസ് വെറുതെ ഹൈക്കായി പോവുകയാണ്. സ്കാം പോലെ. അപ്പൊ എന്ന് വെച്ചാൽ ഇനി അടുത്തൊരാൾക്ക് മേടിക്കണമെങ്കിൽ അത് 130 മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെബി ഇതിന് വേണ്ടിയിട്ട് സർവൈലൻസ് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റോക്കിൽ നോർമൽ വോളിയം നടക്കും, അതിനെക്കാട്ട് അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടന്നാൽ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർവൈലൻസ് വയ്ക്കും. പിന്നെയും അത് തന്നെ നടക്കണമെങ്കിൽ അതിന് വേണ്ടി അഡീഷണൽ സർവൈലൻസ് വയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എല്ലാത്തിനും ഒരു ഡെയിലി ക്യാപ്പും ഉണ്ടല്ലേ? മാക്സിമം എന്ന് വെച്ചാൽ നമുക്ക് എന്താ 5% ഉണ്ട്, 10% ഉണ്ട്, 20% ഉണ്ട് അപ്പർ സർക്യൂട്ട്, അതുപോലെ തന്നെ ലോവർ സർക്യൂട്ട്. ഈ പണ്ട് കാലത്തൊക്കെ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ഹൗസൊക്കെ ഉണ്ട്, FIs. അപ്പം അവരൊക്കെ എന്തെങ്കിലും ഒരു ന്യൂസസ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്സിനെ അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, 100 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് സെൽ ഓർഡർ ഇട്ട് വയ്ക്കും, അല്ലെങ്കിൽ 90 രൂപയ്ക്ക് നമ്മൾ സെൽ ഓർഡർ ഇട്ട് വയ്ക്കും. മ്യൂച്വൽ ഫണ്ട് FIs ഒക്കെ എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസിലിട്ട് സെല് ചെയ്യാനായിട്ടാണ് അവർ ചെയ്യുക, ഒരു ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ 100 ഷെയർ മറ്റുള്ളവരെ അടുത്ത് മേടിക്കാനായിട്ട് ആൾക്കാർ 60 രൂപ ഉള്ളെങ്കിൽ 60 വരെ താഴ്ത്തിക്ക് പോകും. ഫ്ലോർ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങനെ ഫെല്ലാതിരിക്കാൻ നമ്മൾ അതെന്ന് വെച്ചാൽ പണ്ട് എന്താ പറയുക കൺട്രോൾ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ. അത്ര അതായത് ഒറ്റയടിക്ക് അത്ര വലിയൊരു ഫോൾ ഉണ്ടാവും. വലിയ ഫോൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് അത്രയും ഫോള്
തടയാൻ പറ്റും. അപ്പോൾ വെച്ചാൽ ഒരു ദിവസം ഒരു 20% അപ്പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ പറ്റും. പിറ്റേ ദിവസം പോയില്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ എന്നിരുന്നാലും അന്നത്തെ ഒരു ദിവസം തന്നെ ഹ്യൂജ് ആയിട്ട് തകർക്കാൻ പറ്റില്ല. ഓക്കെ, LC മറ്റേ ലോ സർക്യൂട്ട് അടിച്ച് അങ്ങനെ അതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നടന്നെന്ന് വിചാരിക്കാം, പിന്നെ ഇത് 5% ആക്കാം ഓക്കെ ആ മൂവ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിലെ മേജർ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും അറിയാം ഈ സ്റ്റോക്കിൽ ഇങ്ങനെ ന്യൂസ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ സെയിം ആക്ടിവിറ്റി ചെയ്യും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക പിന്നെ ഒരു 5% വെച്ച് ആക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആൾക്കാരൊക്കെ ഇതിന് വിട്ട് മാറിക്കോളും, ഇല്ലെങ്കിൽ അത് തിരിച്ചു കയറും. ഇപ്പോൾ വലിയൊരു കമ്പനി വേണമെങ്കിൽ അവരിലെ ബിസിനസ്സിന് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവരൊന്നും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. പല ആക്ടിവിറ്റീസ് അതിൽ നടക്കാമല്ലോ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെബിയുടെ ആക്ടിവിറ്റി, അതായത് നമ്മളെ റീറ്റെയിലേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ജെയിൻ സ്ട്രീറ്റിൻ്റെ ഇഷ്യൂ അറിയാം. അതായത് ഒരു 1-2 മാസത്തിൽ നടന്നൊരു കാര്യമാണ് ജെയിൻ സ്ട്രീറ്റിൻ്റെ ഇഷ്യൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ സെബി നമ്മളെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് ആ ജെയിൻ സ്ട്രീറ്റിൻ്റെ ഇഷ്യൂവിൽ? അതെ, ഞാൻ പറ്റും ജെയിൻ സ്ട്രീറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ നിന്നില്ലേ. പക്ഷേ നമ്മളിപ്പോൾ ട്വിറ്ററൊക്കെ എടുക്കാൻ എക്സ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അതിനും കുറേ കാലം മുമ്പ് തന്നെ ആൾക്കാർ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അതായത് നമുക്ക് ഓൺലൈനിൽ എല്ലാവരും പറയുന്നുണ്ട് ഇവരിങ്ങനെയാണ് ചെയ്യുന്നത്, മാനിപ്പുലേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കുറേ കഴിഞ്ഞിട്ടാണ് സെബിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇത് വന്നല്ലേ. പക്ഷേ അതെന്ന് വെച്ചാൽ അവർ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അവർ സ്റ്റോക്ക് ബൈ ചെയ്തു. ഇപ്പം നമ്മുടെ ഇൻഡെക്സ് ബേസിലാണ് അവർ മെയിനായിട്ട് ചെയ്തത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിലെന്ന് പറയുമ്പോൾ അതിൽ സ്റ്റോക്സിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ അതിൽ ഹൈ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സിൽ മാത്രം അവർ സ്റ്റോക്ക് ബൈ ചെയ്തു. ഹ്യൂജ് പൈസ വെച്ചിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രൈസ് കയറ്റിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ പോലെ തന്നെ പ്രൈസ് ഇങ്ങനെ ഹൈക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് കയറ്റി കൊണ്ട് വെച്ചിട്ട് മുകളിൽ എത്തിയതിന് ശേഷം അവർ സെല്ല് ചെയ്തിട്ട് ഒപ്പം തന്നെ പുട്ട് ഓപ്ഷൻ മേടിച്ചു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഡബിൾ പ്രോഫിറ്റ് ആണ്. ഡംപ് ചെയ്ത് അതും നല്ലത്, അതേസമയം പുട്ടും വാങ്ങിച്ച് അതും നല്ലത്. പക്ഷേ അവരത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അതങ്ങനെ ചെയ്യാൻ പാടില്ല. അത് എസ്പെഷ്യലി ഒരു FI എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ പൊട്ടന്മാരൊക്കെ എന്ന് പറയില്ലേ. അപ്പം നമ്മൾ എല്ലാവരും ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ ബാക്കിയുള്ളവരും പൊട്ടന്മാരാക്കുന്ന രീതിയിലല്ലേ അവർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും കാര്യം സംസാരിച്ചു. ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് ഈ കൂടെയുള്ള എക്സ്പയറിയിലുള്ള ചേഞ്ചസ്. കഴിഞ്ഞ നവംബറിൽ നമ്മൾ കുറേ എക്സ്പയറീസ് എടുത്ത് കളഞ്ഞു. എസ്പെഷ്യലി ആസ് എ ട്രേഡർ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്, എടുത്ത് കളഞ്ഞു. അതുകൂടാതെ നമുക്ക് ഇപ്പോഴാണെങ്കിലും കുറേ ചേഞ്ചസ് വന്നു. അതായത് കാലങ്ങളായിട്ട് തേഴ്സ്ഡേ ഉണ്ടായിരുന്ന ഒരു നിഫ്റ്റിയുടെ എക്സ്പയറി എടുത്ത് ട്യൂസ്ഡേ ആക്കി, സെൻസെക്സിൻ്റെ എക്സ്പയറി എടുത്ത് തേഴ്സ്ഡേ ആക്കി. എന്താണ് ഇതിങ്ങനെ മാറ്റങ്ങൾ വരുന്നത്? അത് എന്തെങ്കിലും ഗുണമുണ്ടോ റീറ്റെയിലേഴ്സിന്? ആക്ച്വലി റീറ്റെയിലേഴ്സ് കൂടെ ആസ് എ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു പാർട്ടിസിപ്പൻ്റ് എന്ന നിലയിൽ, ട്രേഡേഴ്സ് ആണല്ലോ നിഫ്റ്റിയിലും സെൻസെക്സിലും. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ പറയട്ടെ, പണ്ട് കാലത്ത് ഇപ്പോൾ 2015-16 സമയത്തൊക്കെ നിഫ്റ്റിയിൽ മന്ത്ലി എക്സ്പയറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമേ വീക്ക്ലി എക്സ്പയറീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് കുറേ എക്സ്പയറീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എന്താ പറയുക, മിഡ് ക്യാപ് നിഫ്റ്റിയുടെ, അതുപോലെ തന്നെ സെൻസെക്സിൻ്റെ, ബാങ്ക് എക്സ്. അതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അതായത് ഇവർ ഈ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമാണ് ഈ എക്സ്പയറീസ് ഒക്കെ നടത്തിയത്. ഇവരിത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്, ഇവരിത് ഒറ്റയടിക്ക് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതെന്താ ഒരു കറക്റ്റ് ഒരു ഫ്ലോയിൽ നിന്ന് കുറച്ച് നാൾ പോലും ഇത് കൊണ്ടുപോകുന്നില്ല, അതിനുള്ളിൽ തന്നെ മാറ്റാണ്. അപ്പോൾ നമുക്കിത് കൊണ്ട് എന്താണ് ഗുണമുള്ള ഒരു ട്രേഡർ? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണല്ലോ അവരുള്ളത്. പ്രൊട്ടക്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ സെബി തന്നെ പറയുന്നത് വെച്ചാൽ 100-95% ആൾക്കാർ ഫെയിലിയർ ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്നൊരു സംശയമാണ്, അപ്പോൾ ഒരാളുടെ ലാഭമാണ് മറ്റൊരാളുടെ നഷ്ടം എന്ന് പറയാം ശരിക്കും. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ലാഭം ഗവൺമെൻറ്റിനാണ്. കാരണം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ്, ബ്രോക്കറേജ്, ഒരു ക്ലയൻറ്റിന് ലോസ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ലോസ് ഓൾറെഡി ഒരു 100 രൂപയായിരിക്കും ലോസ്. ചാർജസ് ബാക്കിയുള്ളതനുസരിച്ചാണ് ലോസിൻ്റെ അളവ് കൂടുന്നത്. അപ്പോൾ ആക്ച്വൽ ക്ലയൻറ്റ് നോക്കുമ്പോൾ എത്ര 150 രൂപ ലോസ്. അപ്പോൾ ആക്ച്വൽ ലോസ് 100 ആണെങ്കിൽ വരെ 150 അത് ഹൈക്കായി. അപ്പോൾ ഇങ്ങനെ ലോസ് വരുമ്പം എന്താ പറയുക, മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേഷൻ കുറയുമോ എന്ന്, ഇൻവെസ്റ്ററായി മാറില്ലെന്ന് സെബിക്കൊരു സംശയം വന്നു. അപ്പോൾ ട്രേഡേഴ്സൊക്കെ ഇത് വിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് നല്ലതല്ല, പൊട്ടയാണെന്ന് പറഞ്ഞ് പോകുന്നു.
അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻസിനെയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് ഭയങ്കര ഒരു ആ തീരുമാനം എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. കാരണം കൂടുതൽ ആൾക്കാർ ക്രിപ്റ്റോ അതേപോലെ ഫോറക്സ് എന്ന മാർക്കറ്റ് അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചടി തന്നെയല്ലേ? ശരി, 100% തിരിച്ചടിയാണ്. കാരണം വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പേഷൻ കുറയും. അത് ഏറ്റവും വലിയ ഡേഞ്ചറും കൂടെയാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളിടത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റെഗുലേഷൻ ഇല്ല, കുറച്ചുകൂടെ കംഫർട്ടബിൾ. കംഫർട്ടബിൾ. അപ്പോൾ എന്ന് വെച്ചാൽ കംഫർട്ടബിൾ മാത്രമല്ല, ലോസ് ഒന്നും നമുക്ക് ആരുടെ ചോദിക്കണമെന്ന് അറിയില്ല, പൈസ കിട്ടിയില്ലെങ്കിലും ചോദിക്കണമെന്ന് അറിയില്ല. മറ്റെന്ന് വെച്ചാൽ നമുക്ക് സെബിയിലേക്ക് ഒരു മെയിൽ അയക്കാം, സ്കോർസ്, അങ്ങനത്തെ പല ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷെ നമുക്കിത് ആരുടെങ്കിലും പോയി ചോദിക്കാൻ പറ്റണ്ടേ, നമ്മുടെ കാശ് എവിടെ പോയെന്ന് അറിയാൻ പറ്റില്ല. അതാണ് റെഗുലേഷൻ ഉള്ളതും ഇല്ലാത്തതിൻ്റെ ഡിഫറൻസ്. പക്ഷേ ഗവൺമെൻറ് അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിനൊരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസോടെ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത് വെച്ചാൽ ട്രേഡിങ്ങും വേണം, ഇൻവെസ്റ്റ്മെൻറ്റും വേണം, രണ്ടും വേണം. ഏറ്റവും ഇപ്പോഴത്തെ ഒരു ചൂടേറിയ ഒരു ചർച്ചയാണ് മന്ത്ലി എക്സ്പയറിയിലോട്ട് മാറ്റാം, വീക്ക്ലി എക്സ്പയറി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പം നമുക്ക് ഫുള്ളി കാണാൻ പറ്റുന്നതാണ്. അഭ്യൂഹങ്ങളാണ്, കറക്റ്റ് നമുക്ക് ഇതൊന്നും വന്നിട്ടില്ല. എന്നാൽ പോലും അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. കൂടുതലും മന്ത്ലി എക്സ്പയറിയിലോട്ട് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ സുജിത്ത് ആസ് എ ട്രേഡർ എന്താണ് അതിന്, എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? കാരണം പാർട്ടിസിപ്പേഷൻ കുറയും, 100% പാർട്ടിസിപ്പേഷൻ കൊടുക്കും, ലിക്വിഡിറ്റി പറയും. പക്ഷേ ആസ് എ ട്രേഡർ എന്തായിരിക്കും തോന്നുന്നത്? അതായത് ഇപ്പോൾ എനിക്ക് വീക്ക്ലി എക്സ്പയറി ഉള്ളപ്പോൾ ചെയ്യുന്ന അത്രയും നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ എനിക്ക് മന്ത്ലി എക്സ്പയറിയിൽ പറ്റില്ല. അങ്ങനെ ഒരു മൂവ്മെൻറ്റ്സ് പറയും. ഇപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻസിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു മീനിനെ നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വളർത്തുന്നു, വെള്ളം കുറഞ്ഞു കഴിയുമ്പം മീൻ കിടന്നൊരു പടച്ചിലല്ലേ, അതുപോലെയാണ് ഓപ്ഷൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത്. ഒരു വീക്ക് തേഴ്സ്ഡേ കഴിഞ്ഞ് ഫ്രൈഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരെ പുതുജീവൻ തുടങ്ങുകയാണ്. അടുത്ത തേഴ്സ്ഡേ ആകുമ്പോൾ അതിൻ്റെ തീരെയാണ്, അവരുടെ ലൈഫ് തീരെയാണ്. വെനസ്ഡേ തൊട്ടാണ് പുതുജീവൻ തുടങ്ങുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൻ്റെ അടുത്താണ്, അത് അടുത്ത ട്യൂസ്ഡേ വരെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ മീനിൻ്റെ ലൈഫ് ഓരോ ദിവസവും കഴിയുന്തോറും കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്താ പറയുക, മീൻ എന്താ പറയുക പെട്ടെന്നെടുത്ത് എന്താ പറയുക നമ്മൾ മരിക്കാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചാട്ടം ഓട്ടമൊക്കെ ചെയ്യില്ലേ. അപ്പം ആ മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് ശരിക്കും മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടാറ്. പക്ഷെ ഇതൊരു മന്ത്ലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാലം കൂടെ കൂടുതൽ ജീവിക്കാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ മൂവ്മെൻറ്റ്സ് സ്ലോ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ബെനിഫിറ്റും ഉണ്ട്, ബെനിഫിറ്റ് ഇല്ലാത്തതുമുണ്ട്. ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇന്ന് മേടിച്ച് നമുക്കറിയാം നാളെ മാർക്കറ്റ് കയറാൻ പൊട്ടൻഷ്യലുണ്ട്, അപ്പോൾ നമുക്ക് നാളെ വരെ ഹോൾഡ് ചെയ്യാം. മറ്റെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് എക്സ്പയറി. പക്ഷെ അപ്പോൾ എന്ന് വെച്ചാൽ അത് ഒരു ബെനിഫിഷ്യലായിട്ട് തോന്നും. പക്ഷെ എന്ന് വെച്ചാൽ പ്രീമിയം കുറയും. ഇതൊന്നും ആക്ച്വലായിട്ട് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്ന് നമുക്ക് പറയാറില്ല, നല്ലതല്ലെന്ന് പറഞ്ഞാൽ അതും പറയാൻ പറ്റില്ല. ഇവരിങ്ങനെ എക്സ്പയറി ഒക്കെ നിർത്തിയിട്ട് ഇനി നമ്മുടെ ജിയോയും ബ്ലാക്ക് റോക്കും തമ്മിലുള്ള ഒരു ഇത് വരുന്നില്ലേ, പാർട്ട്ണർഷിപ്പിൽ വന്നു. അവരുടെ ഇതിലോട്ട് വരുമ്പോൾ ഇനി എക്സ്പയറീസ് ഒക്കെ കൊണ്ടുവരും. എങ്ങനെ ഞാൻ കുറേ നമ്മളെ ട്വിറ്ററിലാണ് ഇതിൻ്റെ എല്ലാ എക്സിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അതായത് അവരെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ അവരൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഇപ്പോൾ വീക്ക്ലി എക്സ്പയറീസ് എല്ലാം നിർത്തിയിട്ട് ഇനിയും ഇവരുടെ മൊത്തത്തിൽ ബ്രോക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഫുള്ളി എല്ലാ ആഴ്ച എക്സ്പയറീസ് വരും, വീണ്ടും ലിക്വിഡിറ്റി വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഓൺസ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു കൊണ്ടുവരൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2008 സമയത്താണ് മാന്ദ്യം ഉണ്ടായത്. ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന് മുന്നേ കുറേ ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് അന്ന് പോയവർ പിന്നെ വന്നത് 2020 കഴിഞ്ഞിട്ടാണ്. ഓക്കെ, കാരണം വെച്ചാൽ ആ പാർട്ടിസിപ്പേഷൻ ആ ടൈമിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറും, ഭയങ്കര ഹിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ എല്ലാവരും. എന്നുവെച്ചാൽ ഇത് ഒന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ട് കുറേ സമയം പിടിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, മാർക്കറ്റിൻ്റെ ഒരു മോശം സമയമാണെന്ന് വിചാരിക്കാം, ആൾക്കാർ ഇതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വിട്ട് വേറെ അവരെ പരിപാടിയായിട്ട് പോകും. ഇതിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോഫിറ്റ് കാണുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ്. ഇപ്പോൾ പ്രോഫിറ്റ് ഇപ്പോൾ കാണാണ്ടായി താഴത്തേക്കാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഡെയിലി ഇങ്ങനെ എടുത്ത് നോക്കും, കയറിയോ. അപ്പോൾ എന്താ പറയണ്ട, ഇത് ഇപ്പോൾ 1 ലക്ഷം ഇട്ടത് 1.25 ലക്ഷം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതൊന്ന് താഴത്തേക്ക് നിന്നപ്പോൾ പിന്നെ ആൾ നോക്കാറില്ല. പക്ഷെ ചിലർക്കുണ്ട് ചെറിയ ലോസ് വന്നാൽ പോലും പിന്നെ അങ്ങ് പേടിയാവും. എനിക്കൊന്ന് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാത്തതാണ് ഏറ്റവും നല്ലതല്ലേ.
ശരിക്കും നോക്കാനേ പാടില്ല. നമ്മൾ ഇപ്പം എന്താ പറയുക, നമ്മളൊരു കുറി കൂടുന്നു, കുറി കൂടുമ്പം നമ്മളത് കിട്ടുന്ന സമയത്ത്, ഇല്ലെങ്കിൽ അത് എന്നാണ് ആ കുറി കഴിയുന്നത് ആ സമയത്തല്ലേ നമ്മൾ അതിൻ്റെ വാല്യൂ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ കണ്ടാൽ മതി. ആ സെയിം റിസ്ക് തന്നെ മ്യൂച്വൽ ഫണ്ടിലും ഉള്ളൂ. കുറി കമ്പനി നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ കുറി കമ്പനി പോകും, ഇല്ല കുറി കമ്പനി പൊട്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ആ ചെറിയൊരു റിസ്ക് മാത്രമേ മ്യൂച്വൽ ഫണ്ട്സിലുള്ളൂ. നമ്മൾ ഈ ഒരു സീഡ് കുഴിച്ചിട്ടിട്ട് എല്ലാ ദിവസവും വന്ന് മാന്ത് നോക്കിയിട്ട് മരം വളർന്നു എന്ന് നോക്കിയിരിക്കുന്നതിന് പകരം കുറച്ചാളൊന്ന് വെയിറ്റ് ചെയ്ത് അത് ഗ്രോ അങ്ങനെ ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെന്താ പറയുക, നമ്മൾക്കൊരു ബിസിനസ് നമ്മൾ തുടങ്ങി, ഫസ്റ്റത്തെ വർഷം നമുക്ക് എന്താ പറയുക 1 കോടി എന്നുള്ളത് 1,20,00,000 രണ്ടാമത്തെ വർഷം അത് 1,40,00,000 ആവുള്ളൂ. നേരെ പോയി 5 കോടി ആവില്ല. ഇല്ലെങ്കിൽ ഒരു 2 കോടിയിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ ഒരു 3 years 5 years ടൈം പിടിക്കും. മനസ്സിലായി. അതുപോലെ തന്നെ അത് തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ റിലയൻസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ പണ്ട് കാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ പറയുമ്പോൾ ടാറ്റ, ബിർള അങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ കൂടുതലും വരുന്നത് അദാനി, അതേപോലെ തന്നെ റിലയൻസ്, ഇവരാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. എന്താണ് ആ ഒരു ഷിഫ്റ്റിന്, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വൈസ് നോക്കുമ്പോൾ അവരുടെ ബിസിനസ് വൈസ് നോക്കുന്ന സമയത്തും ആ ഒരു ഷിഫ്റ്റിനുള്ള കാരണം എന്താ? കാരണം നമ്മൾ പണ്ട് ടാറ്റ, ബിർള, ടാറ്റ അങ്ങനെയാണ് കേട്ടോണ്ടിരുന്നത്. ആ ഒരു ചേഞ്ച് എന്തായിരിക്കും? അത് അവരുടെ ബിസിനസ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പം അദാനിയെ സംബന്ധിച്ചിടത്തോളം അദാനിക്കില്ലാത്ത ബിസിനസ്സുകളൊന്നുമില്ല. ഇന്ത്യയിലുള്ള എല്ലാ എയർപോർട്ടും സീപോർട്സും ഒക്കെ അവരെ കൺട്രോളിലാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു മൊണോപോളി മോഡലായി. അപ്പം അത് തന്നെ എന്താ പറയുക, നമുക്ക് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങി. ശരിക്കും അദാനിയുടെ കേസിൽ തന്നെ അവർ തന്നെ ഷെൽ കമ്പനീസൊക്കെ ഇട്ട് ഹിൻഡർബർഗിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നിരുന്നു. പക്ഷെ അതും എന്താ പറയുക, ഒന്ന് തേച്ച് മാഞ്ഞ പോലെ പോയി. അതെ, നല്ലപോലെ സ്റ്റോക്ക് ഡിപ്പായിട്ട് പിന്നെ അങ്ങനെ കയറിയതാണ്. പക്ഷെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു കമ്പനിയിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോസിറ്റീവ് ന്യൂസ് വന്ന് കുറേ കാലം കഴിഞ്ഞാലേ മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. അപ്പോൾ അദാനിയുടെ കേസ് എടുക്കുക, അദാനിയുടെ എല്ലാ ഷെയറും ഫസ്റ്റ് ആ ബൂമിന് ശേഷം താഴ്ന്നതിന് ശേഷം പിന്നെ ഭയങ്കരമായിട്ട് അത് ബൂം ചെയ്യുന്നില്ല, ഒരു കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി അതിൽ നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല ന്യൂസസ് വന്നാൽ മാത്രമേ കയറുള്ളൂ. പിന്നെ വെച്ചാൽ മാർക്കറ്റിൽ ഇപ്പം പണ്ട് റിലയൻസ് ആയിരുന്നു, ടാറ്റയായി, അദാനിയായി, ആരാണോ ഇന്നോവേറ്റീവായിട്ട് വരുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അത് ഓരോ സമയത്തിനനുസരിച്ച് ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ബിസിനസ്സിൻ്റെ അനുസരിച്ച് ഇപ്പം AI ടെക്നോളജിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ടെക്നോളജിയിൽ ചിലപ്പോൾ HCL ടെക്കോ ഇല്ലെങ്കിൽ പഴയ വിപ്രോ തന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ വരാം. അല്ല ഞാൻ പറയട്ടെ, അത് കാലഘട്ടത്തിനനുസരിച്ച് എപ്പോഴും ഇതൊരു ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കും.